ശ്രീകുട്ടേട്ടാ, എനിക്ക് കാല് തീരെ വയ്യേ. എന്നെ ഒന്ന് അമ്പലം വരെ കൊണ്ടാക്കുവോ? കോളേജിൽ പെട്ടെന്ന് പോകണം. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ നല്ല കാര്യം. ഗ്രൂപ്പ് ഉണ്ടാക്കിയ അന്നുള്ള കാര്യം അന്നു തന്നെ ചൂടോടെ കാണിച്ചു. അത് പിന്നെ പറയണം. മോനെ ഹലോ, നമ്മളെ രാഘവേട്ടൻ്റെ മോൻ ശ്രീകുട്ടനും മനോജിൻ്റെ മോളും മാധവും കുട്ടൻ്റെ ബൈക്ക് മേലെ അങ്ങനെ പോന്ന്. അപ്പൊ ആ മക്കളെ കൊണ്ട് നോണ പറഞ്ഞുണ്ടാക്കി ഫോണ്. ഇത് ഞാൻ ഡിലീറ്റ് ആക്കട്ടെ. പിന്നല്ലേ നമ്മളെ രാഘവേട്ടൻ്റെ മോനും മനോജേട്ടൻ്റെ മോളും കൂടി വണ്ടീൻ്റെ മോള് വെറുതെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് ഒരസ്യം അങ്ങോട്ട് പോണം. മോളെ, നിങ്ങളൊന്നും ഓളെ കണ്ടത് ബൈക്കുമല്ലോ. ഞാനേ കഴിഞ്ഞ ആഴ്ച കണ്ടതേ കടവത്ത് തോണിയിലായിരുന്നു. നീ കണ്ടേ തോണിയിലല്ലേ? ഞാൻ കണ്ടതേ ഹൗസ് ബോട്ടിലാ. ഹൗസ് ബോട്ടിലാകുമ്പോ ഫുള്ള് മറവല്ലേ? ഏത് എടി കുട്ടിയോ, ഇനി ഇത് പറഞ്ഞു നടന്നോ? പെണ്ണിന് ഗർഭം ഗർഭം വെച്ചാ എമ്മാരി ഗർഭം. ഇരട്ടക്കുട്ടികള്. ഹലോ, സുപ്രഭാതം. എടാ ഇയാളെ കിടന്നോ? രാഘവന്റെ മോൻ ശ്രീകുട്ടനും അന്റെ മോളും ബൈക്കിൽ കെട്ടിപ്പിടിച്ച് പോവാ. ഓര് തമ്മിൽ അവിഹിതോ. രാഘവന്റെ മോൻ ശ്രീകുട്ടനാ. അവനെ വെട്ടി ഞാൻ കൊല്ലും. ആ ശ്രീകുട്ടനെ നമ്മുടെ മോളും തമ്മിൽ അവിഹിതം കൊല്ലും ഞാൻ അവനെ. രാഘവ പട്ടി പോവാനാണ്. വേറെ ആരെയും കിട്ടിയില്ല. മനുഷ്യ കളിക്കുന്നത് നമ്മളെ മോളും ആ രാഘവന്റെ മോനും തമ്മിൽ അവിഹിതം ഉണ്ടെന്ന് കൊത്തി അറിയണുണ്ടോന്ന് ഞാൻ. മനോജെ, എന്താ ഉഷേച്ചി ഈ മൂർച്ചയില്ലാത്ത കൊടുവാളം കൊണ്ട് എങ്ങോട്ടാ മനോജ പോകുന്നേ? മൂർച്ചയുള്ള കൊടുവാളം ഉഷേച്ച് തരാം. ഉപദേശം ഉഗാണ്ട വർത്താനോ ഒരേ വായി. എന്താ ഈ കാണിക്കുന്നത്? അച്ഛനൊന്ന് പറയുന്നത് കേക്കച്ച. ഇവിടെ എന്തിനാന്ന്
ഒന്ന് പറയുന്നത് കേക്ക്. ആ, കൊള്ളാം. അവിടെ ഇരിക്കണ അവന്റെ വീട്ടിലും കോഴി അവനും കോഴി. ഇങ്ങോട്ടോ വാ. അച്ഛനെ കാ. നീ ഒന്ന് ചിലക്കാണ്ട് വാടിഞ്ഞു. ആ ശ്രീകുട്ടൻ വിളിച്ചേട്ടോ ഹായ് മാധവന്നു. ജനിച്ച് ഇത്രയും നാളാ എന്റെ കുട്ടിയെ ഞാൻ വിളിച്ചിട്ടില്ല ഹായ് മാധവന്നു. ഇല്ല, ഇനി അതും കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കണം. മോനെ ഒന്ന് പൊന്തിയേ. എന്തോ എനിക്കറിയില്ല എന്താണ് പ്രശ്നം. എന്റെ മോളും ശ്രീകുട്ടനും തമ്മിൽ അവിഹിതം. അതുകൊണ്ട് എന്റെ വീട്ടിലെ കത്തിയെടുത്തോണ്ട് ഞാൻ വെട്ടാൻ വന്നപ്പോ എന്നെ തടുക്ക. ഇവനെ വെട്ടല്ല വെട്ടി കൊല്ലാ വേണ്ടേ? എവിടാ തള്ള വിളിക്കണം അങ്ങോട്ട്? തൊഴിലുറപ്പിന് പോയി. തൊഴിലുറപ്പിനോ? എടാ ഇത്രയും പ്രായമുള്ള ആ തള്ളനെ തൊഴിലുറപ്പിന് വിട്ടിട്ട് ഇത്ര ആരോഗ്യമില്ലെങ്കിൽ ഇവിടെ വീട്ടിലിരിക്കുക. തൊഴിലുറപ്പിന് പോയെന്നല്ലടാ കുറ്റം പറയാൻ പോയെന്ന് പറയും. തൊഴിലുറപ്പ് ടീമാ? എന്തായാലും ഇവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാരും പിരിഞ്ഞു പോകണം. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഓൻ അടിക്കാതെ അടിച്ചില്ലേ? ഇറങ്ങിക്കോളൂ, എല്ലാരും പറഞ്ഞോണ്ട് മാത്രം തന്നെ. മതിയടാ. 5 ഡയലോഗ് ഞാൻ അടിച്ചു കഴിഞ്ഞ് നോക്കിക്കണ്ട് ഇങ്ങോട്ട് മാറാ. നോക്കാം അവിടെ. ഇങ്ങോട്ടോ. ഇതുവരെ കള്ളുടിച്ചാർന്ന പെട്ടെന്ന് നമ്പൂരി ഭാഷയാ. എടാ ശ്രീകുട്ടാ വിടുവാ. എന്നോട് കാര്യമായിട്ട് ഒരു കാര്യം പറയാണ്ട്. പിന്നെ ഇതൊന്ന് വേഗോട്ട് വലിക്കും. മെല്ലെ വലിച്ചടാ. പെണ്ണിനെ വലിച്ചാൽ ഇന്നെ വലിക്കല്ലേ. പിന്നെ നീ മേലാൽ അന്റെ പേരിൽ ഞാൻ അവിധം കേട്ടാൽ ഈ പഞ്ചായത്ത് ഞാൻ പുറത്താക്കും. മനസ്സിലാക്കണോ? മെമ്പറെ, ഞാൻ ചെയ്യാത്ത തെറ്റിനങ്ങളെ അടിച്ച് ഇതിന് ഞാൻ പണി തന്നിരിക്കും. ഉറപ്പാ. ആദ്യം എന്താ പണിക്ക് പോടാ ചക്ക. എടാ ചകിരിത്തല എന്നോടും കൂടെ പറയണേ. എന്താ പണിക്ക് പോടാ? എന്താണ് ബ്രോ? നനയ്ക്കൂല കുളിക്കൂല. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നടക്കുക. എന്താണ് ബ്രോ? ചിൽ ബഡി ചിൽ. നൈനീൻ്റെ ഓനല്ലേ അത്? ഓനിപ്പോ കിണർ കല്ലിടുക എന്നാ കളിക്കുന്നത്. ഒരു പോത്ത് ചെങ്ങായി. നീനെ ആ അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോയിരുന്നില്ലേ? ഇല്ലടി, ഞാനിന്ന് വരുന്നില്ല. എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട്. എന്ത്? എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട്. അയ്യോ കുക്കർ. ആ എന്നാ പറഞ്ഞത്? ഓളെ മോക്ക് ചാടുവാൻ പോയിണ്ടെന്നാ. ചാടാൻ പോകുന്നുണ്ടെന്നോ ചാടിപ്പോയിന്നോ? ചാടാണ്ടിക്കുവോ? ഓളെ മോളല്ലേ. ചാടിപ്പോയി. അത് മതി. എവിടെ പോണ്? ആരാത്? ആ മോനെ അമ്മണീന്റെ മോളെ ചാടിപ്പോറിയില്ലെങ്കിൽ ചാടട്ടെ ഓടട്ടെ. വേണേ ചാടനും കൂടി ഓടിക്കും അമ്മണീന്റെ ഒപ്പം. എനക്ക് എന്ത് പറ്റിപ്പോയി മോനെ? എനക്ക് തീരെ വെളിപാടില്ലല്ലോ. നീ എന്ത് കൊണ്ടുവരാണ്ടാ? നീന്റെ ഉടലോടെ പോയി പഠിച്ചോനെ. രണ്ടാളും ഗുരുവായൂർ എത്തിക്കണേ. കെട്ടൊക്കെ കഴിഞ്ഞിണ്ടാ? ഓ മോനെ രാത്രി എന്തായിരിക്കൂലേ? എന്റെ പെടുത്തൊക്കെ ഇപ്പൊ പോയേനെ. ഇവിടെ ചന്തല അവിടേക്ക് പോരാ. അവര് ഗുരുവായൂര് പോയി മുറി എടുത്തെന്നോ കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്ന കേട്ട്. നമ്മളെ നാടിയിലും ഭേദമേരിയെ ടൗണിലൊക്കെ ഡേറ്റിംഗ് ആപ്പാണ്. എന്താ പടി? ഈ വാട്സപ്പ് ഒക്കെ പോലെ പെൺകുട്ടികൾ ആൺകുട്ടികളെ ലൈക്കാക്കൂ, പിന്നെ ആൺകുട്ടികൾ പെൺകുട്ടികളെ ലൈക്കാക്കൂ, എന്നിട്ട് ജിഗ് 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 ജിഗ്. അതന്നെ ഇങ്ങോട്ട് വാ മേരിയെ. ഇതാണ് തൊട്ടു മുമ്പേ നാട്ടുകാർ ചാടിപ്പോയെന്ന് പറഞ്ഞ അമ്മുവിന്റെ യഥാർത്ഥ കാമുകൻ. എടമ്പള ശ്രീകുട്ടേട്ടനും മാധുവായിട്ട് ബൈക്കിൽ നാട് വിട്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ കഥ? ഈ നാട്ടുകാർ തണ്ടിക്ക് വേറെ പണിയില്ല. കോപ്പ് കയ്യിലഞ്ചിന്റെ പൈസയിൽ ഒരു തേങ്ങയില്ല. ഒരു തേങ്ങയ്ക്ക് 40, പഴംപൊരി ചായ 20, ബാക്കി 20. എനിക്ക് പഞ്ചായത്ത് നിന്ന് കോയിന് കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. നന്മ ടിവിയിൽ എല്ലാവർക്കും കിട്ടിയല്ലോ. ആ മെമ്പറെ ഒന്ന് കാണണല്ലോ. അവർക്ക് മാത്രം കൊടുത്താൽ എങ്ങനെയാ ശരിയാവാ? അല്ലേലും മെമ്പർക്ക് നന്മ ടീമിന്റെ അടുത്തൊരു ചായ. അത് ശരിയാ, നന്മയോട് തന്നെ കൂറ്. ആ നമ്മളെ പ്രശാന്ത് അല്ലേ മേരിയെ? ആണല്ല. എടി
ഇന്ന് ചാടിപ്പോയ ഓളുടെ ഒപ്പം ഇവൻ മുന്നേ ഇഷ്ടത്തിലായിരുന്നില്ലേ? ആ വിഷമത്തിന് ഓൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ? തെങ്ങ് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടല്ലേ? നല്ല വിഷമത്തിലാന്ന് തോന്നുന്നു. ആ ചെക്കപ്പ ചാടൂട്ടോ അതിനകത്ത്. വിളിക്കട്ടെ? വിളിക്കണ്ട. അവ ചാടിയിട്ട് വിളിക്കാം. അതിനല്ലേ രസം. ഒന്ന് നോക്കി നിക്കാതെ വേഗം ചാടടാ. ഇപ്പൊ ചാടൂട്ടാ. ചാടൂ. ഇപ്പൊ ചാടൂ. സദാശിവന്റെ മോൻ പടേ ചാടി ചത്തേ. ഞാനാണ് ആദ്യം കണ്ടത്. ഇപ്പോഴത്തെ മക്കളൊരു കഥ നോക്കണേ. എന്ത് കഥ? ഒരു പെണ്ണ് പോയതിന് ചാടി ചെക്കൻ പോയേ ചാടി മരിച്ചില്ല പെണ്ണിന് വേണ്ടിയിട്ട്. എന്ത് ചെയ്യാനാ? പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ലാന്നല്ലേ? കണ്ണു മുഖൊക്കെ പോയാലും മീനാ കൊത്തി തിന്നെങ്കി ചെക്കൻ്റെ എന്തെങ്കിലും കിട്ടിയാ കിട്ടി. ഓൻ മരിച്ച കാര്യം ഓന്റെ അച്ഛനോട് പറയണ്ടേ? അറിയിക്കാൻ മെമ്പർ പോയിക്കിന്. നമ്മളെ സദാശിവട്ടനല്ലേ? ഒന്ന് വേഗം എടുത്തിടാ, മൂസാനെ മറുമുറിക്കാനുള്ള. ഒരു ചായ ഒരു പഴംപൊരിയും കൊണ്ടാ. പണിക്കൊന്നും പോയില്ലെന്ന്? ഇല്ല, പണിന് 18-ാം തീയതി ഉള്ളൂ. ഇതൊന്നും പിടിക്കുക, ഇനി സ്റ്റാൻഡില്ല. മെമ്പർക്ക് ഒരു വെള്ളച്ചായേ. സദാശിവട്ടാ, എന്താ മെമ്പറേ? അർജന്റായിട്ട് നിങ്ങളൊന്ന് കാണാനാ വന്നത്. എന്താണ്? നിങ്ങളോട് ചോദിക്കാണ്ട് ഞാനൊരു കാര്യം ചെയ്തിക്കണേ. എന്താണ്? നിങ്ങളെ പറമ്പത്തെ മാവ് ഞാനൊന്ന് വെട്ടിക്കണേ. എന്നോട് ചോദിക്കാതെ എന്റെ വീട്ടിലെ മാവ് കിട്ടിയെന്നു. അല്ല, കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ പറമ്പിൽ ഒരു കുഴിയും കൂടെ എടുത്തിക്കണം. അതും കൂടെ പറയാൻ ഞാൻ വന്ന്. മെമ്പർ പണി എടുത്താൽ മതി. എന്റെ പറമ്പ് കയറി എന്നോട് ചോദിക്കാണ്ട് മരം വെട്ടിക്കാൻ കുഴിത്താ. പിന്നെ ഇനി ഞാൻ പറയാൻ പോണ കാര്യം കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ. നിങ്ങളെ മോൻ ചെറുതായിട്ടൊന്ന് മരിച്ചിക്കണ്, പുഴയിൽ വീണിട്ട്. എന്റെ മോൻ മരിച്ചിക്കേ? എന്റെ മോൻ കുറച്ച് നേരത്തെ അങ്ങോട്ട് പോയിട്ടല്ലേ അയച്ചിട്ടോ മരിക്കാൻ പാടില്ലാന്നുണ്ടോ? നിങ്ങളെ വീട്ടിലേക്കുള്ള ടാർപ്പായും കസാരയൊക്കെ അതാ പോണാ. അതാ പൈസ പറ്റിയിലേക്ക് തീർക്കാന്ന് പറയടോ. മോനെ, ഈ ചത്തിയില്ലേ? ചാവാനോ? പോയെന്നായിരുന്നു. ഇവന് പ്രാന്ത. ഈ വെള്ളത്തിൽ വീണ് ചത്തുന്ന ഇവൻ പറഞ്ഞാ. ആര് മെമ്പറോ? ഇവനൊക്കെ മെമ്പറാക്കുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി. മുട്ടക്കോഴി കൊടുക്കണേ, ഞാൻ വാങ്ങിട്ട് വരാം. ഇവന് പ്രാന്താണപ്പാ. അങ്ങനെ ഒരു വിവരമില്ല, മെമ്പറാണെന്ന് പറഞ്ഞ് നടക്കുക. റീത്തിന്റെ പൈസ പോയല്ലോ. ഇവളല്ലേ ചാടിപ്പോയത്? ഞാൻ പോയരാ. നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തയക്കണെന്ന് തോന്നുന്നുണ്ട്. ചത്തോൻ തിരിച്ചു വരുന്ന ചാടിപ്പോയാലത് ഓടിപ്പോണ വെറുതെ മനുഷ്യന്റെ പൈസ പോക്കാനായിട്ട്. മെമ്പർ പോവാണേ.